നമസ്കാരം, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ ചായക്കടയിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന നല്ല അടിപൊളി നല്ല ക്രിസ്പി ആയിട്ടുള്ള വെട്ട് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വെട്ട് കേക്കിന് വേണ്ടിയിട്ട് നമുക്ക് പഞ്ചസാരയ്ക്ക് ഒന്ന് ആദ്യം തന്നെ പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് അളവിൽ പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 കപ്പ് അളവിൽ മൈദപ്പൊടിയാണ് വെട്ട് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം നിങ്ങളുടെ മധുരത്തിനനുസരിച്ച്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചേർക്കാം. അപ്പോൾ അതേപോലെ തന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ഏലക്കായാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വറുത്ത റവയോ അല്ലാത്തതോ ആവാം, കുഴപ്പമില്ല. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ വെട്ട് കേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റവ ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഇതിലേക്ക് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വാനില എസൻസ് നിർബന്ധമില്ല, ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഒരു 2 മുട്ടയും കൂടി ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ മുട്ടയൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിലാവാൻ ശ്രദ്ധിക്കുക. അപ്പോൾ 2 മുട്ടയും കൂടി പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം. ഇപ്പം ഞാൻ പഞ്ചസാരയും അതേപോലെ തന്നെ മുട്ടയൊക്കെ ചേർത്തിട്ട് നല്ല പോലെ മിക്സിയിൽ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വെട്ട് കേക്കിൻ്റെ മിക്സ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. അപ്പോൾ ബൗളിലേക്ക് 2 കപ്പ് അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് എന്ന് പറയുന്നത് 240 ml കപ്പാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പൊടിയും കൂടി ചിലപ്പോൾ ആവശ്യം വരും. കാരണം നമ്മൾ മുട്ടയും അതേപോലെ തന്നെ പഞ്ചസാരയുടെ മിക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ വെള്ളത്തിൻ്റെ അംശം കൂടുതൽ തോന്നുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി പൊടി ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ, അതേപോലെ ഒരു നുള്ളു ഉപ്പ്, 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് മുട്ടയുടെ മിക്സൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ട് ആദ്യം ഈ പൊടികളൊക്കെ ആദ്യം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരുന്ന മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഇതങ്ങ് കുഴച്ചെടുക്കണം. അപ്പോൾ കട്ടകളില്ലാതെ തന്നെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ഒരു പരുവത്തിൽ നല്ല പോലെ ഇതങ്ങ് നല്ല സോഫ്റ്റായിട്ട് അങ്ങ് കുഴച്ചെടുക്കാം. ഇപ്പം ഞാൻ പൊടി നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ തന്നെ കാണാം കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ചും കൂടി ലൂസായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല പോലെ കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഈ സമയത്ത് എക്സ്ട്രാ വെള്ളമൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല. ആ മുട്ടയുടെ മിക്സിൽ തന്നെയാണ് 2 കപ്പ് പൊടിയും കുഴച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല പോലെ കുഴച്ചെടുക്കാം. മാവ് ഞാൻ നല്ല സോഫ്റ്റായിട്ട് ഇപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് മതിയാകും. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നമ്മുടെ വെട്ട് കേക്കിന് ഒരു യെല്ലോ കളറായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. നിങ്ങൾ പൊടി കുഴയ്ക്കുന്ന സമയത്ത് അതിലേക്ക് കളർ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് 2 പാർട്ടായിട്ട് എടുക്കാം. അതിൽ ഒരു ഭാഗം എടുത്തിട്ട് നമ്മൾ ഇതേപോലെ അങ്ങ് ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ ഇങ്ങനെ ഷേപ്പാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരേ ലെവലിൽ എല്ലാ വെട്ട് കേക്കും കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ എല്ലാ സൈഡും ഒന്ന് കൊട്ടി കൊടുത്തതിന് ശേഷം നല്ലപോലെ ലെവലാക്കി എടുക്കാം കൈ വെച്ചിട്ട് തന്നെ. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ എല്ലാ ഭാഗവും നല്ല പോലെ ലെവലാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തോരം തിക്നെസ് വേണം അതിനനുസരിച്ച് നിങ്ങൾ വീതിയും വണ്ണവും ഒക്കെ കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കാണാനായാലും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ ചായക്കടയിലൊക്കെ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിലും അതേ ഒരു ലുക്കിലും തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. കണ്ടില്ലേ, അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ആ 2 അറ്റത്തെയും തള്ളി നിൽക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തോരം വലിപ്പം വേണം വെട്ട് കേക്കിന് അതിനനുസരിച്ച് നമുക്ക് ഈക്വലായിട്ട് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മുടെ വെട്ടിട്ട് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഞാൻ ഇപ്പോൾ 2-3 ഡിസൈൻ കാണിക്കുന്നുണ്ട്. കണ്ടില്ലേ, പല ഡിസൈനിലും നമുക്ക് വെട്ടി കേക്ക് കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതേപോലെ വെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ബാക്കി നമ്മൾ എല്ലാ മാവും വെച്ചിട്ട് ഇതേപോലെ വെട്ടിട്ട് കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. കണ്ടില്ലേ, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതേപോലെ വെട്ടിട്ട് കൊടുക്കാം. കാണാനായാലും ഒരു ഭംഗിയായിരിക്കും. കണ്ടില്ലേ, ഇതേപോലെ എല്ലാനും നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് എല്ലാനും ഇതേപോലെ വെട്ടിട്ട് കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ സൈഡ് മാറ്റി വെച്ചിരുന്നല്ലോ, അപ്പോൾ അതും കൂടി ഇതേപോലെ ഷേപ്പാക്കിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ഇനി നമുക്ക് നമ്മുടെ വെട്ടി കേക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിരുന്നു. ഇപ്പോൾ ഇതാ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഓയിൽ. കണ്ടില്ലേ, നമ്മൾ ഇനി ഓയിലേക്ക് ഓരോ വെട്ടി കേക്കും ഇട്ടിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ വെട്ടി കേക്ക് ഇട്ടപ്പോൾ തന്നെ കാണാം, സൈഡിൽ കുമിളകളൊക്കെ വളരെ കുറച്ചായിട്ട് ആണ് ഇരിക്കുന്നത്. അതായത് ഒരുപാട് ചൂട് പാടില്ല നമ്മൾ വെട്ടി കേക്ക് ഇടുന്ന സമയത്ത്. ഓയിലിന് ഒരുപാട് ചൂടായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന വഴിക്ക് പുറത്ത് കളറൊക്കെ മാറുകയും ചെയ്യും. അതേപോലെ തന്നെ ഉള്ളു വെന്ത് കിട്ടുകയില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഓയിൽ ഇട്ടതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമാണ് നമ്മുടെ വെട്ടി കേക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞ് ഇരിക്കുന്നുണ്ടാവും, കളർ മാറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കോരി എടുക്കും വെന്തിട്ടുണ്ടാവും എന്ന് വെച്ചിട്ട്, പക്ഷേ ഉള്ളു വെന്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വെട്ടി കേക്കിൻ്റെ ഉള്ളിൽ കുറച്ച് സോഫ്റ്റും, അതേപോലെ നമ്മൾ റവയൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വെട്ടി കേക്ക് പുറത്തൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അതേപോലെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 സൈഡും നല്ല സമയമെടുത്ത് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ലൈറ്റ് ഗോൾഡ് നിറാവുന്നത് വരേക്കും തിരിച്ച് മറിച്ചിട്ടിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. കണ്ടില്ലേ, ഇപ്പോൾ നല്ല പോലെ നമ്മുടെ 2 സൈഡും ലൈറ്റ് ഗോൾഡ് നിറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യെല്ലോ കളർ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ചെറിയൊരു മഞ്ഞപ്പും കൂടി ഉണ്ടാവും, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് പോലെ. അപ്പോൾ നിങ്ങൾ കളർ ചേർക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അത് ചേർത്തിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലായതുകൊണ്ട് തന്നെ അധികം കളർ ചേർക്കാണ്ട് തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. കണ്ടില്ലേ, ഇപ്പോൾ നല്ല പോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെ തന്നെയുള്ള അടിപൊളി ടേസ്റ്റിൽ വെട്ടി കേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ വെട്ടി കേക്കും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ വെട്ടി കേക്കും നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള, അതേപോലെ നമ്മൾ ചായക്കടയിൽ നിന്ന് കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റിലുള്ള വെട്ടി കേക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായമൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ ഒരെണ്ണം ഒന്ന് പൊട്ടിച്ച് കാണിക്കാം. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടാണ് നമ്മുടെ കേക്ക് ഇരിക്കുന്നത്. അതേപോലെ തന്നെ ഉള്ളിൽ നല്ല പോലെ വെന്തിട്ടുമുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് ഉണ്ടാക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള വെട്ടി കേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ. താങ്ക്